നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മൾ വൈനാശികമെന്ന് പറയുന്ന പൂർവകർമ്മ അസ്ട്രോളജിയുടെ ഒരു പ്രധാന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആളുകൾ അത് കാണുകയും വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അറിവുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ വൈനാശികമെന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, വൈനാശികമെന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ പൂർവജന്മ കർമ്മയിൽ നമ്മൾ ചെയ്ത കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി ഈ ആത്മാക്കൾ നമ്മളുടെ കൂടെ കൂടും. അങ്ങനെ നമുക്ക് പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകുവാനായിട്ട് കാരണമാകും. ഇതാരും മനഃപൂർവ്വം ആരുടെയും പ്രശ്നമല്ല, ഇതതിൻ്റെ കർമ്മയാണ്. അപ്പോൾ ഈ കർമ്മ വീട്ടെങ്കിൽ മാത്രമേ ഈ ആത്മാവിന് അടുത്ത തലങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒറ്റ ഉദാഹരണം പറഞ്ഞ് വിഷയത്തിലൂടെ കടക്കാം. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രം എന്താണ്? രോഹിണി നക്ഷത്രമാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിൽ ഒരാളായിരുന്നു കർണൻ എന്ന കഥാപാത്രം. കർണനെ അർജുനനെ പോലെ തന്നെ ഭഗവാന് കർണനെയും വളരെയേറെ ഇഷ്ടമാണ്. കർണൻ്റെ ആയുധവിദ്യയിലും അറിവിലും ദാനധർമ്മങ്ങളിലും ഒക്കെ തന്നെ ഭഗവാന് വളരെയേറെ ഇഷ്ടവും ബഹുമാനവും ഒക്കെ കർണനോടുണ്ടായിരുന്നു. കർണനോട് ഭഗവാൻ പറഞ്ഞു, നീ ഇന്ന വഴിക്ക് പോകണം, നീ ഇന്ന രീതിയിൽ പോകരുത് എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ കർണൻ്റെ കർമ്മ റൂട്ട് വേറെ രീതിയിലാണ് പോയത്. അപ്പോൾ വൈനാശിക നക്ഷത്രം കണക്റ്റഡ് ആകുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കർണൻ്റെ നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രം മുതൽ എണ്ണിയാൽ രോഹിണി നക്ഷത്രം 7ാമത്തെ നക്ഷത്രവും, രോഹിണി മുതൽ എണ്ണിയാൽ 22ാമത്തെ നക്ഷത്രം വൈനാശികമായും തീരും. ഭഗവാൻ ഒരുപാട് ഉപദേശിച്ചു, കുഞ്ഞെ നീ ഈ വഴിക്ക് പോകല്ല്, നിൻ്റെ റൂട്ട് വേറെയാണ്, നീ ഇന്ന പോലെ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞു. കർണൻ കേട്ടില്ല. കാരണം കർമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവസാനം കർണനെ വീഴ്ത്താൻ ആരാണ് കാരണക്കാരനായത്? വഴി മുഴുവൻ ഒരുക്കി കൊടുത്തത് ഭഗവാൻ കൃഷ്ണനാണ്. നേരായ രീതിയിൽ കർണനെ വീഴ്ത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടും വൈനാശികം എന്ന് പറയുന്നത് വേല ചെയ്തത് മനസ്സിലാക്കൂ. ചതിയിലൂടെ കർണനെ വീഴ്ത്തുകയുണ്ടായി. അപ്പോൾ 7ഉം 22ഉം തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലായോ? ഇഷ്ടമുണ്ടെങ്കിൽ കൂടി തന്നെ ഭഗവാന് കർണനെ വളരെയേറെ ഇഷ്ടമാണ്. പക്ഷെ കർമ്മ എന്ന് പറയുന്നത് എന്തിന് കാരണമായി? നാശത്തിന് കാരണമായി തീർന്നു. ഓരോ നക്ഷത്രങ്ങളും ഓരോ ലഗ്നക്കാർക്കും ഓരോരോ കർമ്മങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രപഞ്ചം വേല ചെയ്യുകയുള്ളൂ. ഇതുപോലെ തന്നെ സാധക നക്ഷത്രങ്ങളുണ്ട്, നമുക്ക് അനുകൂലമാകുന്ന നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് വൈനാശികമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങളുമുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇവിടെ വൈനാശികം എന്ന് പറയുന്നത് വേല ചെയ്യുന്ന കർമ്മകാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ കുടുംബത്തോ അല്ലെ നമ്മുടെ തൊഴിൽ മേഖലയിലോ ഒക്കെ വൈനാശി നക്ഷത്രക്കാർ വന്നാൽ ഉറപ്പായും എന്ത് നമുക്ക് പ്രതീക്ഷിക്കണം? ഒരു
ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രയാസം, ഒരു നഷ്ടം നമുക്കുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരം ഞാൻ പറയാം. അപ്പോൾ ഈ വൈനാശികം എങ്ങനെയൊക്കെ വേല ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കണം. അപ്പോൾ ഈ നക്ഷത്രക്കാർ പ്രണയമെന്ന് പറയുന്ന രീതിയിലും കല്യാണമെന്ന് പറയുന്ന രീതിയിലും നമ്മുടെ കൂടെ കൂടുവാനായിട്ട് ഇടയാവാം. പൂർവജന്മത്ത് നമ്മളൊരു വ്യക്തിയെ ചതിക്കപ്പെടുകയോ പ്രണയിച്ച് വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ ആ പ്രണയ ദുഃഖത്തോടു കൂടി ആത്മഹത്യ ചെയ്യുകയോ വളരെ പ്രയാസത്തോടു കൂടി വേദന അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കടം വീടുന്നതിന് വേണ്ടി അവർ വീണ്ടും പുനർജനിക്കും. അവർ വീണ്ടും ഈ നക്ഷത്രങ്ങളിൽ പുനർജനിച്ചിട്ട് ഈ ആത്മാവുമായിട്ട് കണക്റ്റഡായി ആദ്യത്തെ ആ സ്നേഹം മുഴുവൻ തീഷ്ണമായി തന്നിട്ട് പിന്നീട് ഇവരിൽ നിന്ന് നമുക്ക് തീഷ്ണമായ രീതിയിലുള്ളൊരു പെയിൻ ഉണ്ടാകാനുള്ള അനുഭവം വരും. കാരണം ഇവർ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകും, അല്ലെ ദുഃഖം തരും, അല്ലെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില കണക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ട് നമ്മളിത് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ട് നമുക്ക് ദുഃഖം ഉണ്ടാകാണ്ട അനുഭവം ഇവിടെ വരും. അത് പണരീതിയിലാകും, പ്രതാപ രീതിയിലാകും, ഫിസിക്കൽ രീതിയിലാകും, ഏത് രീതി വേണേ ആകാം. അവരിൽ നിന്ന് നമുക്കൊരു ദുഃഖം ഉണ്ടാവാനായിട്ട് അനുഭവം ഉണ്ടാവും. കല്യാണം, ഈ നക്ഷത്രങ്ങളിൽ തമ്മിൽ കല്യാണം കഴിച്ചാൽ ആദ്യമേ ഭയങ്കര സ്നേഹമായി വന്നിട്ട് ഇവരെ കംപ്ലീറ്റ് നഷ്ടപ്പെടുത്താനോ അല്ലെ ചതിക്കപ്പെടുകാനോ അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ കാരണമാകുവാനായിട്ട് ഇടയുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ഒന്നിച്ച് തുടർന്ന് പോയാൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഉയർച്ച ഉണ്ടാകുവാനായിട്ട് പാടാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം. കാരണം ഈ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ്? വൈനാശ്യത്തിൻ്റെ ഊർജ്ജമാണ് അവിടെ ഡെവലപ്പാകുക. ഈ നക്ഷത്രങ്ങൾ തമ്മിൽ കൂടിയാൽ വൈനാശ്യത്തിൻ്റെ ഊർജ്ജമാണ് അവിടെ ഡെവലപ്പാകുക. അപ്പോൾ ആ ഊർജ്ജം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ, പ്രയാസത്തെ കൊടുക്കാനായിട്ട് കാരണമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രണയിച്ചാലും ദുഃഖം ഉണ്ടാവും, കല്യാണം കഴിച്ചാലും ദുഃഖം ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്, ഈ നക്ഷത്ര ദിവസം നമ്മൾ എന്തെങ്കിലും നമുക്ക് അനുകൂലമാകുന്ന ശുഭകർമ്മ കാര്യങ്ങൾ ചെയ്താലും അത് ദോഷമായ രീതി വരും. അതും വൈനാശികമെന്ന നിലയിൽ വേല ചെയ്യും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരു പൂയ നക്ഷത്രത്തെ എടുക്കാം. പൂയ നക്ഷത്രത്തെ എടുക്കുമ്പോൾ 22ാമത്തെ നക്ഷത്രം ഏതായിട്ട് വരും? ഭരണി നക്ഷത്രമായിട്ട് വരും. ഭരണി നക്ഷത്രം മുതൽ എണ്ണുമ്പോൾ 7ാമത്തെ നക്ഷത്രമായിട്ട് വരും പൂയ നക്ഷത്രം. അപ്പോൾ പൂയ നക്ഷത്രത്തിൻ്റെ വൈനാശികമാണ് ഭരണി. അങ്ങനെ വരുമ്പോൾ പൂയ നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തി വൈനാശിക നക്ഷത്ര ദിവസം ആ ആത്മാവിന് വേണ്ടുന്നതായ ഒരു കാര്യം തൻ്റെ കൂടെ കൂട്ടിയാൽ, ഒരു ഉദാഹരണമാണ്, ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നു. ഈ ഭരണി നക്ഷത്രത്തിലാണ് ഇവർ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് എങ്കിൽ ഈ പ്രോപ്പർട്ടി വൈനാശികമായ രീതിയിൽ ഇദ്ദേഹത്തിന് വേല ചെയ്യും. അപ്പോൾ ഈ ഭൂമി വാങ്ങിച്ച ആ സമയം മുതൽ ഇയാളുടെ കൂടെ എന്തുകൂടി? വൈനാശിക കർമ്മ കൂടി. അപ്പോൾ ഭൂമി വൈനാശികമായി വന്ന് ഇദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ ഇട്ട് ഓടിക്കും. അതിൻ്റെ പ്രോപ്പർട്ടിയുടെ എഴുത്ത് കുത്ത് കാര്യങ്ങൾ, പോക്കുവരവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട് വെക്കുന്നതിൻ്റെ കാര്യം മുഴുവൻ തടസ്സങ്ങളായിരിക്കും. എന്നാൽ അവിടെ കയറി താമസിച്ചാലോ അവിടെ ഒരു സ്വസ്ഥതയോ സമാധാനം ഉണ്ടാവില്ല. അവിടെ ആര് താമസിക്കാമെന്ന് പറഞ്ഞാൽ ഈ വൈനാശികം എന്ന് പറയുന്ന അവസ്ഥ ശണ്ടയുണ്ടാക്കി ഈ ജാതകന് മനദുഃഖം ഉണ്ടാക്കി കൊടുക്കാവുന്ന അനുഭവം വരും. അപ്പോൾ വൈനാശിക നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ ഭൂമി മേടിക്കുന്ന കാര്യങ്ങൾ, ശുഭകർമ്മ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പാടില്ല. അതുപോലെ തന്നെ കല്യാണം ഈ ദിവസം നടന്നാലോ, ഇപ്പം ജാതകങ്ങൾ തമ്മിൽ നോക്കി 10 പൊരുത്തങ്ങൾ, ഗ്രഹനില പൊരുത്തങ്ങൾ, നാൾ പൊരുത്തങ്ങൾ, എല്ലാ പൊരുത്തങ്ങളും അനുകൂലമായി. മുഹൂർത്തം കുറിക്കുന്നത് ഈ വൈനാശിക നക്ഷത്രത്തിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ വിവാഹം വൈനാശികത്തിൽ വേല ചെയ്യും. 10 പൊരുത്തം ഉണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ മുഹൂർത്തം കുറിച്ചു കൊടുത്ത വ്യക്തിയെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവൻ്റെ കർമ്മ ഇതേ രീതിയിൽ ഇവനെ കൊണ്ട് വേല ചെയ്യിപ്പിക്കും. കാരണം നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ നിഴൽ പോലെ കൂടെ കൊണ്ട് നടക്കുക, കൂടെ നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് എപ്പോഴാണോ അശ്രദ്ധ പറ്റുന്നത് അപ്പോൾ അവിടെ വൈനാശികം വേല ചെയ്യും. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, നമ്മുടെ ബൈക്കിൻ്റെ പുറകിൽ വൈനാശത്തിലുള്ള ഒരാളിരിപ്പുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് തോന്നുന്നത് കൈ വെട്ടുന്ന വണ്ടി ഓടിക്കാം. ഇതിന് മുമ്പും കൈവിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരിക്കില്ല.
ഈ വൈനാശ്യത്തിലുള്ള ആൾ നമ്മുടെ വണ്ടിയിലുണ്ടെങ്കിൽ ഇവൻ ഈ ഒരു കുരുത്തക്കേട് കാണിക്കട്ടെ, ആ സെക്കൻഡ് ഇവന് പണി കിട്ടും. ആ സെക്കൻഡിൽ ഇവന് വൈനാശ്യം അവിടെ വേറെ. കാരണം എന്താണ്, വൈനാശ്യം ആപത്തിനെ കൊടുക്കണം. ആ സമയത്ത് ഇവൻ എന്ത് പറ്റും, ആ കർമ്മ അവിടെ വേല ചെയ്ത് ഇവനെ അപകടത്തിൽപ്പെടുത്താനായിട്ട് കാരണമാകും. അപ്പോൾ ഈ വൈനാശ്യ നക്ഷത്രത്തിലാണ് നമ്മൾ മുഹൂർത്തം കുറിച്ച് കല്യാണം നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ മാരീഡ് ഡിവോഴ്സ് ആകാനോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാനോ ബോണ്ടിങ് ഇല്ലാണ്ടായി തീരാനോ കാരണമാകും. അപ്പോൾ ഒരു കാരണവശാലും വൈനാശിക നക്ഷത്രത്തിൽ നമ്മുടെ ശുഭകർമ്മ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ഏതെങ്കിലും ജ്യോതിഷികൾ നമുക്ക് വൈനാശിക നക്ഷത്രത്തെ കുറിച്ച് തന്നാൽ നമ്മൾ അന്നേരം പറയണം, മാറ്റി കുറിച്ചോളാൻ പറയണം. നമ്മളിത് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ വിവാഹ നക്ഷത്രങ്ങളിൽ 27 നക്ഷത്രങ്ങളുണ്ടെങ്കിൽ 11 നക്ഷത്രങ്ങളാണ് വിവാഹത്തിനെടുക്കുക. വിവാഹ രോഹിണി മാൻ, മാനെന്ന് പറഞ്ഞാൽ മകയിരം. വിവാഹ രോഹിണി മാനും മകം, ഉത്രം, അത്തം, ചോതി, അനിഴം, മൂലം, ഉത്രാടം, ഉത്രട്ടാതിയും, നന്ന്, രേവതി 11 നാൾ. വിവാഹം ഇപ്പാൻ ശോഭ. ഇത്ര നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളുള്ളൂ. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ഒരു ജ്യോത്സ്യൻ മുഹൂർത്തം കുറിച്ചു കൊടുത്താൽ അത് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളാണെങ്കിൽ പോലും നമ്മുടെ നക്ഷത്രത്തിൻ്റെ വൈനാശിക നക്ഷത്രമായിട്ട് വന്നാൽ അതിനെ നമ്മൾ ത്യജിച്ചു വിടണം. അപ്പോൾ ഒരു കാരണവശാലും വൈനാശികം നമ്മുടെ കൂടെ കൂട്ടാനായിട്ട് പാടില്ല. ഇനിയുമുണ്ട് വൈനാശത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും വരുന്നതേ ഉള്ളൂ. നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും തുടർന്ന് കാണാം. അതുപോലെ തന്നെ ഈ വൈനാശ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന കർമ്മ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം നമുക്ക് ഏത് നക്ഷത്രങ്ങളിൽ കണക്റ്റഡ് ആവും എന്ന് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ ചർച്ച ചെയ്യാം. വൈനാശിക കർമ്മ തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തുടർന്നുള്ള വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.